ഗൗരവമായി എടുത്ത് കാണേണ്ടത്. ശ്രീ ഷോൺ ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളായിരുന്നു ശ്രീജിത്ത് നൽകിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്നത് സഭ തന്നെ നേരിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബോധപൂർവ്വം ഇന്നിപ്പം ഈ റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ കൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ സംതൃപ്തരാണോ? ഒരിക്കലുമല്ല. കാരണം ഈ കേസില് നിർബന്ധിത മതപരിവർത്തനത്തിന് ആ കുട്ടിയെ പ്രേരിപ്പിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഒരു സെക്ഷനും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പോലീസ് പറയുന്നത് അത്തരത്തിലൊരു നിയമമില്ലെന്നാണ്. ഇപ്പോ ഇവര് പീഡനം ഉൾപ്പെടെയുള്ള സെക്ഷനുകൾ അതിനകത്ത് ചുമത്തിയിട്ടുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലവ് ജിഹാദിനെതിരെ അങ്ങനെ ആ തരത്തിലാണ് പറയുന്നതെങ്കിൽ അത്തരത്തിൽ നിയമം ഉണ്ടാകണം. മാത്രമല്ല, ഈ കേസ് NIA അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത് ന്യായമായ കാര്യമാണ്. ഇന്നലെ സഭയും ആവശ്യപ്പെട്ടതാണ്. ഇവിടെ വലിയ രീതിയിലുള്ള തീവ്രവാദ സാന്നിധ്യം വ്യക്തമായിട്ടുള്ള തീവ്രവാദ ക്യാമ്പുകൾ നടത്തിയതിന്റെ പേരിൽ പ്രശസ്തമായിട്ടുള്ള പാനായിക്കുളത്താണ് ഈ കുട്ടിയെ കൊണ്ടുപോയി പൂട്ടിയിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് വളരെ വിപുലമായ അന്വേഷണം, എന്തിനു വേണ്ടി ഈ കുട്ടിയെ കൊണ്ടുപോയി, ഈ കുട്ടിയെ എന്തിനാണ്, നമുക്ക് ഇവിടുന്ന് ആളുകളെ സിറിയയ്ക്ക് കടത്തിയിട്ടുള്ള വിവരങ്ങൾ വരെ നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ പുറകിലുണ്ട ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വളരെ വിപുലമായി അന്വേഷിക്കണം. അത് കേരള പോലീസ് അന്വേഷിക്കാൻ പര്യാപ്തം, അല്ലെങ്കിൽ അത് ആ ആംഗിളിൽ പോലും കേരള പോലീസ് അന്വേഷിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ കേരള പോലീസ് ആ ആംഗിളിലേക്ക് പോലും വരുന്നില്ല. കാരണം ഇതിവിടെ മൂടി വെക്കുവാൻ, ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് സ്ഥാപിക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശമാണ്, മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണ് ഇവിടെ. ഇതൊരു മതപരിവർത്തനം എന്നത് ഷോൺ, അതിനപ്പുറത്ത് ഈ മതപരിവർത്തനം എന്നൊരു കാര്യം അതിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇയാൾ മിണ്ടാതായി, അതുകൊണ്ട് എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ, വിഷമം സഹിക്കാൻ വയ്യ, അവഗണിച്ചു, ഈ രീതിയിലൊക്കെ സുഹൃത്തിനോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഒരു ആത്മഹത്യയുടെ പ്രാഥമിക കാരണം ഒരുപക്ഷെ മതപരിവർത്തനം എന്നതിലുപരി ഈ കുട്ടിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ റമീസ് എന്ന് പറയുന്ന ആൾ അവഗണിച്ചു എന്നതാണ്, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു എന്നതാണ് എന്ന രീതിയിലും ഈ കേസിന് പോകാമല്ലോ. ആ കേസിന് അങ്ങനെ പോകണമെന്നാണ് പോലീസിന്റെ നിർബന്ധം, അങ്ങനെ ആക്കണമെന്നാണ് പോലീസിന്റെ നിർബന്ധം. പക്ഷേ എന്തുകൊണ്ടാണ് ആ കുട്ടി രജിസ്റ്ററിൽ ഒപ്പിടാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കുട്ടി മലപ്പുറത്തില് ഈ മതപരിവർത്തന ശാലയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അത് നിരാകരിച്ചത്? ആ നിരാകരിച്ചതിന്റെ പേരിലാണല്ലോ ആ കുട്ടിക്ക് നേരെ ഇയാൾ ആക്രോശിച്ചതും ആ കുട്ടിയെ മർദ്ദിച്ചതും. അപ്പൊ ആ സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? ആ കുട്ടി അതിന് വഴങ്ങിയില്ല. ആ വഴങ്ങാത്തതിന്റെ പേരിലാണല്ലോ ആ കുട്ടിക്ക് നേരെ ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ എന്നുള്ള പോയിന്റ് എന്നതിനപ്പുറത്തേക്ക് അവളെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു, അതിനുവേണ്ടി ഉണ്ടായ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അതിൽ ഏറ്റവും മുഖ്യമായത് നിർബന്ധിച്ച് അവളെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിന് ഇവിടെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. അതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ, ഞാൻ പറഞ്ഞില്ലേ, പാനായിക്കുളം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഷോൺ വിശ്വസിക്കുന്നത്. അതായത് പാനായിക്കുളം എന്ന പേര് പറയുമ്പോൾ തന്നെ ആ സ്ഥലപ്പേരിന് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. ആ സ്ഥലപ്പേര് തന്നെ പലതുമായും പലപ്പോഴും ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് ഈ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ബോധപൂർവമായി നേരത്തെയും ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ്. അതിനൊരു തെളിവ് കിട്ടിയെന്ന നിലയ്ക്കാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും. അതിന് എങ്ങനെ നമുക്ക് ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, അവരുടെ വീട്ടുകാര്, ഈ കുട്ടിക്ക് അറിയാൻ മേലാത്ത മറ്റാരൊക്കെ, ഇവരെല്ലാ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ടു. അത് ആ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്, ആ സുഹൃത്തിന്റെ മൊഴിയിലുണ്ട്. അവിടുന്ന് ശേഷം ഈ സുഹൃത്തിനെ വിളിച്ച് ആങ്ങളയോട് പറയൂന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ പെൺകുട്ടി അവിടുന്ന് പുറത്തുവിട്ടത്. അല്ല അവരെന്ത് ചെയ്യുമായിരുന്നു? അല്ലെങ്കിൽ ഇവള് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഈ കൊച്ചിനെ എങ്ങോട്ടായിരുന്നു കൊണ്ടുപോയിരുന്നേ? അപ്പൊ ആ കുട്ടി അതിനെ സമ്മതിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ആ കുട്ടി തിരിച്ച് വീട്ടിൽ വന്നത്. പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഈ കുട്ടിയെ അവൻ പറയുന്ന രീതിയിൽ കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചാകാൻ പോകാമെന്ന്, നീ ചത്തോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പഠിച്ചില്ലെങ്കിൽ ഈ കുട്ടി സോനയുടെ ജീവിതം ആ കുട്ടി അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന, അല്ലെ അമ്മയും സഹോദരൻ പറയുന്ന കാര്യമുള്ളൂ, ഇനി ഒരാൾക്ക് ഈ ദുരന്തം സംഭവിക്കരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതിവിടെ നടക്കുന്നുണ്ടോ എന്നറിയണം. നടക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇവിടെ മാത്രമല്ല, ഈ കോതമംഗലം പ്രദേശത്ത് ഒരു സ്ഥാപനമുണ്ട്, സേഫ് ഹോം. അത് സംബന്ധിച്ച് നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഷോൺ, മടങ്ങിയെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, CPM നേതാവ്.